സ്വീഡിഷ് അക്കാദമിയുടെ സമാധാന നോബൽ സമ്മാനം ലഭിക്കാൻ ഇറാന്റെ കാരുണ്യം കാത്തിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഏറെക്കുറെ അമേരിക്കൻ പ്രസിഡന്റ് നോബൽ സമ്മാനം ലഭിക്കും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ പ്രധാനമായിരിക്കുന്ന ഒരു കാരണം നിലനിൽക്കുന്നു. ഇതേ വിഷയത്തിൽ 2009 അതായത് ഇറാനുമായി അമേരിക്ക സമാധാനമായിരിക്കുന്ന ആണവായുധരഹിത കരാർ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒബാമക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. അത് സ്വീഡിഷ് അക്കാദമി അത് പറയുകയും ചെയ്തു. അന്താരാഷ്ട്ര സഹകരണങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ആണവായുധരഹിത ശ്രമങ്ങൾ നടത്തിയതിനും അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒബാമക്ക് 11 ദശലക്ഷം സ്വീഡിഷ് ക്രോണർ, $1 മില്യൺ പണവും അതിന് തത്തുല്യമായ രീതിയിലുള്ള അംഗീകാര പത്രവും നൽകി. ഇതേ ഇറാൻ ഇപ്പം ഇതേ വിഷയമായിട്ട് ആണവായുധ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിവാദമായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് 5 വട്ടം ചർച്ച നടത്തി അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാനമായിരിക്കും ചർച്ച. 6ാം വട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ പോയിട്ട് ഇറാനെ ആക്രമിച്ചത്. അതത്ര നല്ല പരിപാടിയൊന്നും അല്ലാന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് സപ്പോർട്ട് ചെയ്തു, അത് മറ്റൊരു വിഷയം. യഥാർത്ഥത്തിൽ നോബൽ സമ്മാനം 2ാമത്തും കിടക്കുന്നത് ഇറാനിലാണ്. അത് കിട്ടാനുള്ള വലിയ ശ്രമമാണ് ഈ യുദ്ധത്തിന് ശേഷവും കഠിനമായ രീതിയിൽ തന്നെ അമേരിക്കൻ്റെ പ്രസിഡന്റ് നടത്തി വരുന്നത്.